നമസ്കാരം. ഇന്ന് ശിവരാത്രിയാണ്. മഹാശിവരാത്രി ദിവസം കാണുന്ന ചില ശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ച്, ശുഭകരമായ സൂചനകളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ആ വീടുകളിൽ ഭഗവാൻ പ്രവേശിച്ചു എന്നും, അഥവാ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ശുഭലക്ഷണം പാമ്പുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഇന്നേ ദിവസം നിങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുമ്പോഴോ, ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റവസരങ്ങളിലോ ഇന്നേ ദിവസം പാമ്പിനെ പറമ്പിൽ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. സാക്ഷാൽ പരമശിവന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഭഗവാന്റെ സംരക്ഷണം ഉള്ളതിനാൽ തന്നെ പല ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും അപകടകരമായ കാര്യങ്ങളിൽ ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. രണ്ടാമത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ഇന്നേ ദിവസം കാള, പശു വീടിന്റെ പ്രധാന വാതിലിന് നേരെ വരികയോ അല്ലെങ്കിൽ ഇന്ന് യാത്ര ചെയ്യുമ്പോഴോ പശുവിനെയോ കാളയെയോ നിങ്ങൾ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാണ്. പ്രധാന വാതിലിന് നേരെയായി വരികയാണ് എങ്കിൽ ഭഗവാൻ വീട്ടിൽ പ്രവേശിച്ചു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. മറ്റൊന്ന് കാക്കയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരികയും നിങ്ങൾ നൽകുന്നതായ ആഹാരം കാക്ക സ്വീകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ്. പിതൃപ്രീതി ആ വീടുകളിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന. അതിനാൽ തീർച്ചയായും ആ വീടുകളിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ദൂരെ മാറിയിരുന്ന് കരയുന്നതായി കാണുകയാണ് എങ്കിൽ, കാക്ക അപ്രകാരം ചെയ്യുന്നതായി കാണുകയാണ് എങ്കിൽ അത് ദോഷകരമാണ്. അതായത് നിങ്ങൾ നൽകുന്നതായ ആഹാരം സ്വീകരിക്കാതെ മാറിയിരുന്ന് കരയുന്നത് പിതൃദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ കാക്ക ആഹാരം സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ മാറ്റങ്ങളുടെ സൂചനയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സാഹചര്യത്തിൽ പ്രസാദത്തിൽ നിന്നും നിങ്ങൾക്ക് കുവളയില, ശംഖുപുഷ്പം ലഭിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹ സാഫല്യം കടന്നു വരാൻ പോകുന്നു, ആഗ്രഹങ്ങൾ പലതും നിറവേറാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ്. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന പ്രകടമാകുന്ന മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ശിവചിത്രമോ, അത് ശിവകുടുംബ ചിത്രമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അറിയാതെ വാങ്ങിയിട്ടുണ്ടാകും എന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഉയർച്ചയുടെ സൂചനയാണ്. നിങ്ങൾ പലവിധ ദുഃഖങ്ങളോ ദുരിതങ്ങളോ അനുഭവിക്കുന്നവരാകാം.
പല കാര്യങ്ങളിലും ഉത്തരം ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതിലെല്ലാം മാറ്റം വരും. ജീവിതത്തിൽ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇതെല്ലാം തരണം ചെയ്ത് ഉയർച്ച നേടാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാകുന്നു. മറ്റൊന്ന് മധുരവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി മധുരം ലഭിക്കുകയാണ് എങ്കിൽ അത് ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും മധുരം ലഭിക്കുന്നത് വരും ദിവസങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്തോഷം നിറഞ്ഞതായിരിക്കും. അനുകൂലമായ കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നു. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. മറ്റൊന്ന് ധനവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും ധനം ലഭിക്കാൻ ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനം പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ടു പോയതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും ഇന്നേ ദിവസം തീർച്ചയായും ധനം ലഭിക്കുന്നു എങ്കിൽ അത് വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അനുകൂലമാകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ നൽകിയതായ കൈവായ്പ തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ പല ധനസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നത് ധനസമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ധനം ധനസമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന വ്യക്തമായ സൂചനയാണ്. മറ്റൊന്ന് ബ്രാഹ്മ മുഹൂർത്തവുമായി ബന്ധപ്പെട്ടാകുന്നു. ഇന്നേ ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രത്യേകിച്ചും ഭഗവാനെ നിങ്ങൾ സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഇന്നേ ദിവസം ആരും വിളിക്കാതെ തന്നെ തനിയെ നിങ്ങൾക്ക് ഉണരുവാൻ സാധിച്ചു എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ടതായ ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. സ്വപ്ന ദർശനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിച്ചു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും ഏതൊരു കാര്യത്തിലും നിങ്ങൾ തളരരുത് എന്നും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ വിജയങ്ങളും ദുഃഖങ്ങളിൽ നിന്നും മോചനവും ലഭിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ വരും ദിവസങ്ങളിൽ തന്നെ പല കാര്യങ്ങളും ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്നതായ രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അനുകൂലമായി ഭവിക്കും. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് പല അവസരങ്ങളിലും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തനിയെ ഇന്നേ ദിവസം ഉണരുന്നത് പോലും ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രത്യേകിച്ചും ഇപ്രകാരം ഉണരുന്നത് അതീവ ശുഭകരമാണ്. ആരോ വിളിച്ച് ഉണർത്തുന്നു എന്ന ഒരു തോന്നൽ, ഒരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അത് ഭഗവാൻ തന്നെയാണ് എന്നതാണ് വാസ്തവം. ഭഗവാൻ കൂടെയുണ്ട് എന്ന വ്യക്തമായ സൂചന. ഇന്നേ ദിവസം 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുകയും ആ വിളക്ക് ദീർഘനേരം തെളിയുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. കൂടുതൽ സ്വർണ്ണ പ്രഭയോടെ വിളക്ക് ദീർഘനേരം തെളിയുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ മാറ്റങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. സമർപ്പിച്ചതായ പുഷ്പങ്ങൾ നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചതായ പുഷ്പം ആ നിമിഷം തന്നെ താഴെ വീഴുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അല്പസമയങ്ങൾക്ക് ശേഷം താഴെ വീഴുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ ചിത്രത്തിൽ നിന്നോ വിഗ്രഹത്തിൽ നിന്നോ താഴെ വീഴുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആ പുഷ്പത്തിന് ഇളക്കം സംഭവിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അത് ശുഭകരമായ
നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അതിൽ പലവിധ ആഗ്രഹങ്ങളും അനുകൂലമാകാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. ഭഗവാൻ ഒപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന. വരും ദിവസങ്ങളിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായ ദിവസങ്ങളായി മാറും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം, സന്തോഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാകുന്നു. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾ പാൽ തിളച്ച് തൂവുന്നത് കാണുന്നതാണ്. വീടുകളിൽ അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നു, പാൽ തിളച്ചു പോകുന്നു എങ്കിൽ അത് അപ്രതീക്ഷിതമാണ് എങ്കിൽ കുടുംബത്തിൽ ധനസമൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക. പ്രതീക്ഷിക്കാതെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ധനപരമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന. അതിനാൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. അത് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇന്നേ ദിവസം ശംഖുലി കേട്ട് ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നു. ഭഗവാൻ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങൾ. അഥവാ ജീവിതത്തിൽ ഉടനെ തന്നെ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ സന്തോഷിക്കാനും ഉയർച്ചയ്ക്കും സഹായകരമായ കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ഇന്നേ ദിവസം എന്തെന്നില്ലാതെ സന്തോഷം നിങ്ങൾ അനുഭവപ്പെടുന്നതാകുന്നു. മനസ്സ് വളരെയധികം സന്തോഷിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശിവമന്ത്രങ്ങൾ നിങ്ങളുടെ നാവിലേക്ക് എപ്പോഴും കടന്ന് വരുന്നതാണ്. അറിയാതെ ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ഉരുവിടും. ഇപ്രകാരം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ കാണുന്ന ഈ പരാമർശിച്ചിരിക്കുന്നതായ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിക്കുന്നു, പ്രകടമാകുന്നു എങ്കിൽ അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് എന്നും വരും ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതിന്റെ ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്ന അവസരങ്ങളുടെ സൂചനയായും കണക്കാക്കാം. ഇനി അഥവാ ഈ ലക്ഷണങ്ങൾ കാണുവാൻ സാധിച്ചില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കുവാൻ പാടുള്ളതല്ല. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. നിങ്ങൾ ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും.